അപ്പോൾ ഞാനിപ്പോൾ ഷാർജ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 6:30 കേട്ടുള്ളൂ. എനിക്ക് ശരിക്കും എത്തണം. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോണ ഒരു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദുബായിൽ നിന്ന് ഷാർജ വരെയാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബസ് കയറിയിട്ട് വേണം എനിക്കിനി ഷാർജയ്ക്ക് പോകാനായിട്ട്. ഇവിടെ നിന്നൊരു ബസ് കയറി വേറെ ബസ്സിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഷാർജയ്ക്ക് ബസ് കയറണം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഷാർജയ്ക്ക് 1.5 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് യാത്രയുണ്ട്. മിക്കവാറും ഷാർജ ബസ് കയറിയിട്ട് അതിൽ കിടന്ന് ഉറങ്ങലോ പണി. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ അതിൻ്റെ എനിക്ക് എത്ര സമയം ട്രാവൽ ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നേരെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാലോ ഇരുട്ടാണ്. നേരം വിളിച്ചിട്ട് അപ്പോൾ സമയം 5 മണിയായി ഇപ്പോൾ കറക്റ്റ് ഏകദേശം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ബസ്സൊക്കെ കയറി ഇനി നമുക്ക് ഷാർജ ബസ് പിടിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൻ്റെ അടുത്ത് നിന്ന് ബസ്സും കയറിയിട്ട് ഞാൻ എൻ്റെ ബസ് സ്റ്റേഷനിലെത്തി. അതായത് എനിക്ക് പോകേണ്ടത് സ്റ്റേഡിയം ബസ് സ്റ്റേഷനാണ്. എനിക്ക് ഷാർജയ്ക്കുള്ള ബസ് ഉള്ളത് കേട്ടോ. അങ്ങനെ സ്റ്റേഡിയം ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ അങ്ങനെ എൻ്റെ ഷാർജയ്ക്കുള്ള ബസ്സിൽ കയറിയിട്ടാ. ബസ് ഇപ്പോൾ എടുക്കാൻ പോകണമല്ലോ കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം നല്ല നേരത്തെ തന്നെയാണ് എത്തിയത്. എന്തായാലും എനിക്ക് ഇൻ്റർവ്യൂ സമയം എന്ന് പറഞ്ഞേക്കണത് 8 മണിയാണ് സമയം പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ അവർ നമ്മളെന്തായാലും ഇപ്പോൾ അതിന് മുന്നേ നമ്മൾ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി ലേറ്റ് ആവണമെന്ന് വെച്ചിട്ട് ഒരു മണിക്കൂർ മുന്നേ എത്തിയാലും കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇൻ്റർവ്യൂ പോകുന്ന ലൊക്കേഷൻ്റെ ഭാഗത്തേക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ടാക്സി വിളിച്ചിട്ട് വേണം, ഷാർജ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ടാക്സി വിളിച്ചിട്ട് വേണം എനിക്ക് ബസ്, അതായത് നമ്മുടെ ഇൻ്റർവ്യൂ ലൊക്കേഷനിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കുറച്ച് ഇനി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇനി നോക്കി ഇനി സമയം കാര്യങ്ങളൊന്നും പോകേണ്ട വെച്ചിട്ട് അങ്ങനെ ബസ്സൊക്കെ ഇരുന്നത് ഞാൻ എൻ്റെ ഷാർജ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഷാർജയിൽ ജുബൈൽ ബസ് സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് ഇനി നമ്മുടെ അടുത്ത ഇൻ്റർവ്യൂ ലൊക്കേഷനിൽ പോകാനായിട്ട്. ഏകദേശം സമയം ഒരു മണിക്കൂറിൻ്റെ കഷ്ടിച്ച് വന്നുള്ളൂ എനിക്ക് ഇവിടേക്ക് എത്താനായിട്ടാണ്. ഇത് ഈ സമയം ആയതുകൊണ്ടാണ് ഇത്ര നേരത്തെ എത്തിയിട്ട്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നല്ലൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും അവിടെ നിന്ന് നല്ല സമയം എടുക്കും. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുക്കും ബ്ലോക്ക്. അത് ഡിപ്പെൻസ് ആട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഞാൻ ഷാർജ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കണേക്കാളും നേരത്തെയാണ് ഇന്ന് എത്തിയേക്കണത് കേട്ടോ ഇൻ്റർവ്യൂവിന്. എന്തായാലും കുഴപ്പമില്ല, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കുറച്ച് നേരത്തെ എത്തണം, എന്തുകൊണ്ടും നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഷാർജ ബസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ചായക്കട വീട് ഒരു ഫ്രഷ് മിൽക്ക് പറയാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രഷ് മിൽക്കും കുടിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചായ കുടിക്കാനുള്ള ലൊക്കേഷനിൽ എത്താനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ചായക്കട തപ്പിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് കുറച്ച് പോയ ചായക്കട ഉണ്ടെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. ഞാൻ മുന്നേ വന്നപ്പോൾ അവിടെ നിന്ന് കുടിക്കാറുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നടത്തട്ടോ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി നടക്കാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഷാർജ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 6:30 കേട്ടുള്ളൂ. എനിക്ക് ശരിക്കും എത്തേണ്ടത് ഒരു 8 മണിക്കാണ്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞാൻ ടാക്സി വിളിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഷാർജ ബസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ നിന്ന് ടാക്സി വിളിച്ച് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ബസ് കറക്റ്റ് ഇല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ടാക്സി വിളിച്ച് പോകണം. അപ്പോൾ ഞാൻ കുറച്ച് വിചാരിക്കണം കുറച്ച് നേരത്തെ തന്നെ എത്തി നന്നായിട്ട്. അപ്പോൾ ഞാൻ ഷാർജ ബസ് സ്റ്റേഷൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഷാർജ ബസ് സ്റ്റേഷൻസ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഈ ബസ്സല്ല, അതിൻ്റെ അപ്പുറത്തെ സ്ഥലത്താണ് ഞാൻ ഒന്ന് ഇറങ്ങിയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നേരത്തെ എത്തിയല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഒരു ഫ്രഷ് മിൽക്ക് കുടിച്ചിട്ട് പതുക്കെ പോകാമെന്ന് വെച്ചു. സമയം ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഞാനങ്ങനെ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇനി ഒരു ഫ്രഷ് മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. നേരെ കൈവശം വെളുത്ത് വരണുള്ള സമയം 6:30 കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എല്ലാവരും അതിൻ്റെ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുക എല്ലാവരും. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ടാക്സി വിളിച്ചാണ് പോകണമെങ്കിൽ കുറച്ചായിട്ട് പോകുള്ളൂ. ടാക്സി വിളിച്ചിട്ട് പോകുള്ളൂ. ഞാൻ അപ്പോൾ ഞാൻ ഫ്രഷ് മിൽക്ക് കുടിക്കാൻ വേണ്ടി നടക്കുകയാണ്. സത്യം പറയാന്ന് വെച്ചാൽ ഞാനും വിചാരിച്ചില്ല ഇത്ര നേരത്തെ എത്തുന്നു തുടങ്ങി. ഇത്ര നേരത്തെ എത്തുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 7 മണിക്കൊക്കെ എത്തുന്നു വിചാരിച്ചു. പക്ഷേ ഇത്ര തിരക്കില്ലാത്ത കാരണം വേഗം എത്തിയത്. കുഴപ്പമില്ല, കുറച്ച് നേരത്തെ എത്തേണ്ടത് നല്ലതാണ് ട്രെയിനൊക്കെ പോകണത്. അപ്പം ഇനി ഇത് ചായ കുടിക്കാൻ വേണ്ടി നടക്കുകയാണ്. അതായത് ഫ്രഷ് മിൽക്ക്. അങ്ങനെ കേട്ടോ അവസാനം കുറച്ച് നടന്നിട്ടാണെങ്കിലും ഞാനൊരു ചായക്കട കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ടൊരു ഫ്രഷ് മിൽക്കും പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം ഇരിക്കണു. അപ്പോൾ നേരൊക്കെ അതേ വെളുത്ത് വരണുള്ളൂ. ഏകദേശം ഇരുട്ടൊക്കെ പോയിട്ടാ. അപ്പോൾ ചെറിയ രീതിയിൽ തിരക്കുണ്ട്. എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ചായ കുടിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രഷ് മിൽക്കും പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ പതൊക്കെ പിടിച്ച് അങ്ങനെ പോകുമെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത് കുടിച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ച് ഞാൻ ബസ് സ്റ്റേഷനിൽ നടക്കണം. എന്നിട്ട് വേണം അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിൽ പോകാനായിട്ട് കേട്ടോ. അതും ഞാൻ പറഞ്ഞല്ലോ ടാക്സി വിളിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ
ലൊക്കേഷനിൽ കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതൊക്കെ കണ്ടുവല്ലോ, ഫ്രഷ്മില്ലും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞത് ഞാൻ കണ്ടുവല്ലോ. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് ഞാൻ ഈ ഏകദേശം ഇപ്പോൾ സമയം 7 മണിയായുണ്ട്. അപ്പോൾ തിരിച്ച് ഇനി ഞാൻ പോവാണ്. അവിടെ നിന്ന് പതുക്കെ ഇനി ടാക്സിക്ക് പിടിച്ച് ഇനി പോകണം നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 15 കിലോമീറ്റർ 10 കിലോമീറ്റർ കാണിക്കണം. ഓക്കെ, അപ്പോൾ ചായ കുടി പരിപാടി കഴിഞ്ഞപ്പോൾ ഏകദേശം സമയം ഒരു 7 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നേരൊക്കെ നേരം വെളുത്തുടങ്ങിയതല്ല, നേരെ വെളുത്തു നന്നായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇൻ്റർവ്യൂവിന് പോകട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടാക്സിക്കാരെ വിളിക്കണം. അത് ഇവിടെ നിന്ന് ഈ ബസ് സ്റ്റേഷൻ്റെ അവിടെ തന്നെയാണ് വിളിക്കണതൊക്കെ. പിന്നെ ചായയും ഈ ഫ്രഷ് മിൽക്ക് കാര്യങ്ങൾ കുടിക്കാനൊക്കെ പോയത് ഇവിടുത്തെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അവിടേക്ക് പോയതാണ്. ഓക്കെ, അപ്പോൾ നീ ടാക്സി വിളിച്ചിട്ട് നേരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ടാക്സിയിൽ പോകണതിന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കാണിച്ചിട്ടാണല്ലോ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ എൻ്റെ ഫോൺ ലൊക്കേഷൻ കാണിക്കാനായിട്ട് ഞാൻ ടാക്സിയിൽ ആളുകൾ ഡ്രൈവറിൽ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ടാക്സിയിൽ പോകണ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ടാക്സികളൊന്നും എടുക്കണ്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ പോയാൽ വേറെ നടന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു വേണ്ട ടാക്സി വിളിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10-30 ദിർഹം കൊടുക്കണം നമുക്ക്. 30-35 എവിടേക്ക് എത്താനായിട്ട് ദിർഹം നമ്മുടെ ടാക്സിക്കാരനെ എമൗണ്ടും കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ എന്താ ബസ്സിൽ പോകാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് കുറച്ച് പേരുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ടാക്സി വിളിക്കണം. എന്നാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അങ്ങോട്ട് എന്തായാലും അങ്ങോട്ട് പോകണമല്ലോ, കുറച്ച് നീ അത് നേരെ വേക്കണമെന്ന് വെച്ചിട്ടാണ് ടാക്സി വിളിച്ചത്. റിട്ടേൺ പോകുമ്പോൾ ചിലപ്പോൾ ഇനി ബസ്സിലും പോവാം, നോക്കണം ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് നടന്നിട്ടാണെങ്കിലും ബസ്സിൽ പോകാൻ വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇപ്പോൾ ഏകദേശം സമയം 8 മണി ആയിട്ടുണ്ട്. 8:30 ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഞാൻ ഇൻ്റർവ്യൂ കാര്യങ്ങൾ കയറണം. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കാണാം. എപ്പോഴും കഴിയാമെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഈവനിങ് വരെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കഴിയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പലതും പലതിലാണ് കഴിയാറില്ല ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കാണാം. നല്ല സ്ഥലം കേട്ടോ, ഞാൻ വന്ന സ്ഥലം ഇത് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പൊക്കെയാണ്. അപ്പോൾ ഇവിടേക്ക് ഞാൻ പറഞ്ഞ ബസ്സില്ല എന്നാണ് പറയണത്. കുറച്ച് ബസ്സുള്ളൂ, അതായത് ബസ്സുണ്ട്, അതായത് പിന്നെ അടുത്ത് മാറിക്കയറുന്നാണ് പറയണത്. അത് മാറിക്കയറാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ ആ ഒരു ഏരിയയ്ക്ക് ബസ്സില്ല. അപ്പോൾ അവിടെ നിന്നല്ല അങ്ങോട്ട് ടാക്സി വിളിച്ച് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ സംഭവം ഉണ്ട്. ഡ്രസ്സിൻ്റെ കാണും സ്കൈ കാര്യങ്ങളൊക്കെ. എല്ലാവരും ജോലിയുടെ കാര്യമൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഈ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഓട്ടത്തിലും. ഓക്കെ, അപ്പോൾ കേട്ടോ, അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4:45 വേണ്ട 5 മണിയുണ്ടാവും, 5 മണിയാ പറയും. അപ്പോൾ ഇത്രയധികം സമയം ഉണ്ടായിരുന്നു നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ, എക്സാം പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ച് എനിക്കിനി ഷാർജ ബസ് സ്റ്റേഷൻ പോകണം. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി പോയി ജിമാനൊക്കെ എത്തി. ഏകദേശം ജിമാനെ കുറച്ച് മുന്നേക്ക് ആയിട്ടാണ് സ്ഥലം വരണത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇനി ബസ് പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. വരും നമ്മൾ ടാക്സിയിൽ വന്ന്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ചു പോകുമ്പോൾ ബസ്സിലാണ് പോകണം. സമയമുണ്ടല്ലോ, ഇനി പ്രത്യേകിച്ച് റൂം വീട്ട് പരിപാടി ഒന്നും ഇല്ലാതെ പതുക്കെ ബസ്സിൽ കയറി പോകാം. അപ്പോൾ ഇനി ബസ് തപ്പണം. അപ്പോൾ എവിടെയാണ് ബസ് സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയില്ല. ഇനി അവിടെ പോയി നോക്കി അല്ലെങ്കിൽ ആരോടൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ സമയം ഏകദേശം 5 മണിയായി. അപ്പോൾ ഇനി ഞാൻ തിരിച്ച് ബസ് കയറിയിട്ട് ഷാർജ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി. അവിടേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബസ് കയറിയിട്ട് വേണം ഇനി ഷാർജ ബസ് സ്റ്റേഷനിൽ എത്താൻ. അതായത് ഇവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചധികം നടന്നിട്ടാണ് ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊന്നും ബസ്സും കാര്യങ്ങളില്ല. പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് ടാക്സി വിളിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നടന്നാലും ബസ്സിൽ പോവാം എന്ന് വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കണത്. എന്താവോ എന്തോ അറിയില്ല കേട്ടോ എന്താവുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കണം. ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈവനിങ് ആയി, 5 മണി കഴിഞ്ഞു. ഇതൊക്കെയാണ് സ്ഥലം. ഫുള്ള് ഇങ്ങനെ മണ്ണ് ഇതൊക്കെയായിട്ട് സൈഡിലൂടെ ഇങ്ങനെ കിടന്ന് നടക്കുക. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇങ്ങനെ നടക്കാണ്ട് ഈ ഒരു സ്ഥലം പിടിച്ച് നടക്കുന്ന അല്ലാണ്ട് വേറൊരു വഴിയില്ല. അപ്പോൾ ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഒരു ദിവസത്തെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ. ഇവിടെ വന്നിട്ട് ദുബായിലത്തെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ലൊക്കേഷൻ സാധനങ്ങളൊക്കെ. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഇനി നടന്ന് ഇത് എവിടെ എത്താമെന്ന് എനിക്ക് തന്നെ ഐഡിയ ഇല്ല. അവിടെ ചോദിച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാണ് അങ്ങോട്ട് നടന്നു പോയിട്ട് ബസ് ഉണ്ടെന്നാണ് പറയണത്. നമുക്കപ്പോൾ നോക്കാം. നടന്നുകൊണ്ടിരിക്കട്ടെ ഞാൻ. അപ്പോൾ നടന്ന് ഞാൻ എവിടേക്ക് പോകണമെന്ന് എനിക്ക് തന്നെ ഐഡിയ ഇല്ല കേട്ടോ. ഇത് എവിടേക്ക് എത്തിയിട്ടുണ്ട് സ്ഥലം. ഫുള്ള് പണികളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് നോക്കാം. നമ്മളാ ബാക്കിലുള്ള ടാക്സിയിലോട്ട് വന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഒരു 7:15. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഷാർജ ബസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് എനിക്ക് പോകാനുള്ള ബസ് പിടിക്കണം. ഓക്കെ, പിന്നെ ബസ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. ഇത് ബസ് സ്റ്റേഷനാണ്.
ഓക്കെ, അപ്പോൾ ഞാൻ ബസ്സൊക്കെ തപ്പിഞ്ഞ് കയറട്ടെ. അങ്ങനെ അവസാനം ഞാൻ ബസ്സിലെത്തിയിട്ടോ. അവിടെ നിന്ന് ടാക്സി വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഞാൻ ബസ്സൊക്കെ തപ്പി ഒരുപാട് നടന്നു. പിന്നെ നല്ല രീതിയിൽ ലേറ്റാകും ചെയ്തു. പിന്നെ ബസ് കണ്ടു. പിന്നെ ചില ബസ്സുകൾ നിർത്തണമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കാശ് പോകുന്നറിയാം. എന്നാലും രണ്ടും കൽപ്പിച്ചൊരു ടാക്സി വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഷാർജ ബസ് സ്റ്റേഷനിൽ എത്തിയത് കേട്ടോ. അങ്ങനെ ഷാർജ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ബസ് അവിടെ കിടക്കണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ബസ് എടുക്കണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എന്നെ തിരിച്ച് റൂമിൽ പോകാം കേട്ടോ. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഞാനിപ്പോൾ ഔട്ട്ഡോർ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ പറയുന്നത് റൂമിലാട്ടോ കണ്ടില്ല. അപ്പോൾ റൂമിലാണ് പറയണത്. അപ്പോൾ ഇന്ന് ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക ചടങ്ങ് പിടിച്ച ഇൻ്റർവ്യൂ ആയിരുന്നു. ചടങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാനുള്ള ബസ്സാണെങ്കിലും ശരി, ടാക്സി ആണെങ്കിലും ശരി ഒക്കെ അവിടെ കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. ശരിക്കും പറയണമെങ്കിൽ എനിക്ക് ഷാർജ ഭാഗത്താണ്, എന്നാലും അവിടെ നിന്ന് കുറച്ചൊരു പോയി യജമാനായി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തെ ലൊക്കേഷനാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ടാക്സി വിളിച്ചിട്ട് പോയി. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ ഞാനപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറി പോകാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ബസ് കിട്ടിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് പോകുന്നുണ്ട്, പക്ഷേ ഭയങ്കര കുറവാണ്. പിന്നെ ആ സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയം, ഞാൻ ബസ് നിർത്തണില്ല അവിടെ. അപ്പോൾ ഞാൻ ആ ഭാഗത്താണെങ്കിൽ അധികം ആൾക്കാരും കയറാറുമില്ല. അപ്പോൾ അതുകൊണ്ട് ബസ് നിർത്തണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നേരം ഏകദേശം ഒരു മണിക്കൂറോളം 1.5 മണിക്കൂറോളം നിന്നു അവിടെ ബസ്സിനും ഇതൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ടാക്സി നോക്കിയപ്പോൾ ടാക്സിയും കിട്ടാനില്ല. എന്താ പിന്നെ ടാക്സി വിളിച്ച് പോകാൻ വിളിച്ചു ലാസ്റ്റ് ആയിപ്പോൾ. പിന്നെ കുറേ നേരം ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് ലാസ്റ്റ് ടാക്സിയും കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. ഒരു ദിവസത്തെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഇവിടുത്തെ ദുബായിലുള്ള നമ്മുടെ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ലൊക്കേഷൻ, നമുക്ക് ഇൻ്റർവ്യൂ തരുന്ന അതായത് അവർ നമ്മൾ ഒന്നല്ലേ മെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി നമുക്ക് അവർ ലൊക്കേഷനും ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പോകേണ്ടതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടാക്സിയൊക്കെ വിളിച്ച് രാത്രി ഏകദേശം നല്ല സമയം കഴിഞ്ഞാൽ എത്തിയപ്പോൾ അതുപോലെ അത്യാവശ്യം നല്ല വയ്യാണ്ടോയി. കാരണം എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചധികം നടക്കാറുണ്ട്. അവിടെ നിന്ന് കുറച്ചധികം നടന്നിട്ട് വേണം പിന്നെ ഈ ബസ്സിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എല്ലാം കൊണ്ട് മൊത്തം നല്ല രീതിയിൽ ടയർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനിതിൽ ഇടാറുണ്ട്. അതായത് ഷോർട്സ് ആയിട്ടാണ് കൂടുതൽ ഇടാറുള്ളത്. ഇൻ്റർവ്യൂവിന് പോകുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതായത് ഇനി വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്താക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ വരണതാണ്.